ഗ്രേറ്റ് പവേഴ്സ് കം ഫ്രം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാചകത്തിന് 100% നീതി പുലർത്തിയിട്ടുള്ള ക്യാരക്ടർ. അതുവരെ വന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ ഹീറോ സങ്കല്പത്തെ മാറ്റിമറിച്ച ക്യാരക്ടർ. അതുവരെ സൈഡ് കിക്കുകളായി മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ടീനേജർ ക്യാരക്ടറിനെ ലീഡ് റോളിലേക്ക് എത്തിച്ചപ്പോൾ പിന്നീട് നടന്നത് ചരിത്രം. ഒട്ടും തന്നെ പ്രസിദ്ധനല്ലാത്ത എന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിന് ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ മൂലം ശക്തികൾ ലഭിക്കുകയും പിന്നീട് സ്പൈഡർമാൻ എന്ന പേരിൽ തന്റെ നാടിനെ രക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു. ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ ഒറിജിനിൽ നിന്ന് സ്പൈഡർമാനെ വ്യത്യസ്തനാക്കുന്നത് സൂപ്പർ ഹീറോ ലൈഫിനോടൊപ്പം തന്നെ നോർമൽ ലൈഫിലും ഈ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഒരേ സമയം തന്റെ ശത്രുക്കളായിട്ടുള്ള ഡോക്ടർ ഒക്ടോബസ്, ഗ്രീൻ ഗോബ്ലിൻ തുടങ്ങിയിട്ടുള്ളവരോട് ഫൈറ്റ് ചെയ്യുമ്പോഴും അടുത്ത ദിവസം താൻ എങ്ങനെയാണ് തന്റെ അപ്പാർട്ട്മെന്റിന്റെ വാടക കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ. മറ്റുള്ള സൂപ്പർ ഹീറോസിനെ പോലെ പണം കൊണ്ടോ പവർ കൊണ്ടോ ഈ ഒരു ക്യാരക്ടർ സമ്പന്നനല്ല എങ്കിൽ തന്നെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു ക്യാരക്ടർ ലോകത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 59 വർഷങ്ങൾക്കിപ്പുറവും ലോകത്തിലെ എക്കാലത്തെ മികച്ച സൂപ്പർ ഹീറോസിൽ ഒരാളായി സ്പൈഡർമാൻ നിലനിൽക്കുന്നതും. ഹാപ്പി സ്പൈഡർമാൻ ഡേ.